അങ്ങനെ ട്രിവാൻഡ്രം വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ നേരെ ട്രിവാൻഡ്രത്തേക്കാണ് കേട്ടോ വിട്ടത്. അവിടുത്തെ പരിപാടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു വന്നപ്പോഴത്തേനും ഉച്ചയായിട്ടാ. അപ്പൊ പിന്നെ നേരെ ഫുഡ് കഴിക്കാനാണ് കയറിയത്. അവിടെ വെച്ചിട്ട് വിനുവിന്റെ ഫ്രണ്ട് ഷാൻജാന്റെ കസിൻ ബ്രദറിനെ കണ്ടിട്ടുണ്ടായിരുന്നതേ ഇതാണ് ആള്. പുള്ളിക്കാരൻ ഇവിടെ ഭയങ്കര പഠിപ്പിലും ജോലിയിലൊക്കെ ബിസി ആയ കാരണം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതൊന്നും അവൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. കഴിച്ചു കഴിഞ്ഞാൽ അവനോട് കുറച്ചു നേരം നാട്ടിലെ വിശേഷങ്ങളും പറഞ്ഞ് ടാറ്റയും കൊടുത്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നേ. എന്തായാലും ട്രിവാൻഡ്രം വരെ വന്നതല്ലേ, ലുലുലും കൂടി കയറിയിട്ട് പോവാന്ന് വെച്ചിട്ട് ഞങ്ങൾ അവിടെയും കൂടി ഒന്ന് കയറിയിട്ടുണ്ടായിട്ടാ. ഇവിടുത്തെ ലുലുല് ഞാൻ ഫസ്റ്റ് ടൈം ആണ് വരുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ ഗെയിമിംഗ് സെക്ഷനിലൊക്കെ പോയി കണ്ടിട്ട് ഞങ്ങൾ നേരെ ഐസ്ക്രീം കഴിക്കാൻ പോയ വിനുവിന് മാംഗോ ഫ്ലേവറും എനിക്ക് ചോക്ലേറ്റും ആണ്ടാ പറഞ്ഞത്. അവിടെ നേരെ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് തിന്നാനുള്ള കുറച്ച് സാധനങ്ങൾ വാരിപ്പറക്കി എടുത്തിട്ട് നമ്മൾ ഇറങ്ങിയേ. ഒട്ടും ക്ഷമയില്ലാതുകൊണ്ട് പാർക്കിംഗിൽ വെച്ചിട്ട് തന്നെ പ്രിംഗിൾസ് പൊട്ടിച്ച് കഴിച്ചു കേട്ടോ. പിന്നെ വീട്ടിൽ വന്നിട്ട് 7 മണിയായപ്പോ വിനുവിന്റെ ഫ്രണ്ടിന്റെ കല്യാണ റിസപ്ഷനും കൂടി പോയിട്ടുണ്ടായിട്ടാ. കല്യാണത്തിന് പോയിട്ട് നേരെ അവിടെ നിന്ന് വിനുവിന്റെ വീട്ടിലേക്കാണ് പോയത്. അപ്പൂസ് ആണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല. അവൻ മുഖം പൊത്തിയിരിക്കാട്ടോ. കുറച്ചേരം അവിടെ ഇരുന്ന് മാമനം കണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പൊ അത്രയുള്ള